ഭാരതീയം മർത്തോമൻ പൈതൃക സ്മൃതി യാത്രയ്ക്ക് കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. ഉച്ചയോടെ കലയപുരം ജംഗ്ഷനിൽ എത്തിയ സ്മൃതിയാത്രയെ ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ യോഹന്നാൻ മോർ ത്രേവോദയസ് മെത്രാപ്പൊലീത്ത സ്വീകരിച്ച് ആനയിച്ചു. സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ യെരൂശലേമിൽ ഒന്നിച്ചു പോകേണ്ട പ്രദേശങ്ങൾ തിരഞ്ഞെടുത്തു നയിക്കുവാൻ ഭാരതത്തിൽ നയിക്കുവാൻ വിശുദ്ധനായ തോമാശ്ലീഹയാണ് ഇവിടെ എത്തിച്ചേർന്നത്. വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി പുനലൂരിലെത്തിയ യാത്രയ്ക്ക് ചെമ്മന്തൂർ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് ദേവാലയാങ്കണത്തിൽ വൻ സ്വീകരണമാണ് ഒരുക്കിയത്. ഭദ്രാസന മെത്രാപ്പൊലീത്തയുടെ അധ്യക്ഷതയിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ പീതാംബരക്കുറുപ്പ് MP, മുനിസിപ്പൽ ചെയർപേഴ്സൺ വിമല ഗുരുദാസ് എന്നിവർ സന്നിഹിതരായി. ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ക്രിസ്തുദേവന്റെ വെളിപാടുകൾ, ധാർമ്മിക ദൗത്യങ്ങൾ, മഹാ അവതാര വൈശിഷ്ട്യങ്ങൾ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും വൈഭവങ്ങൾ ലോക നന്മയ്ക്ക് പ്രസ്ഥാനം വഴി ഉണ്ടാകുന്ന മികവിനെ കുറിച്ച് വിശദീകരിക്കാൻ നിയോഗം ഉണ്ടായത്. ഒരുപക്ഷെ ലോകത്തിന്റെ പല ഭാഗത്തേക്കും പോയ ക്രിസ്തുദേവന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രധാനിയായ ശിഷ്യൻ ഏഷ്യാ ഭൂഖണ്ഡത്തിൽ ആദ്യം എത്തിപ്പെടുന്നത് ഋഷീശ്വരന്മാരുടെ നാടായ ഭാരതത്തിലാണ്. നമ്മുടെ രാജ്യത്തിന്റെ പേര് ഭാരതം എന്നാണ്. എന്താണ് ഭാരതം എന്ന വാക്കിന്റെ അർത്ഥം? ഭരതൻ ഭരിച്ചതുകൊണ്ടാണ് ഭാരതം എന്ന് പറയുന്നവരുണ്ട്. കത്തോലിക്ക സിംഹാസനം മലങ്കരയിൽ സ്ഥാപിച്ചതിൻ്റെ 100ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് 25-ന് എറണാകുളം മറൈൻ ഡ്രൈവിൽ നടക്കുന്ന സമ്മേളനത്തിന് മുന്നോടിയായാണ് ആത്മീയ യാത്ര സംഘടിപ്പിച്ചത്. ലൈവ് വാർത്ത പുനലൂർ.